ഹായ് ഗായ്സ്. അപ്പം സിമ്മിന് കുറച്ച് വിഷമമുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ട് മനസ്സിലാവും ഇതൊരു പുതിയ വീഡിയോ ആണ്. നമ്മളിപ്പോൾ കോഴിക്കോട് എയർപോർട്ടിലാണുള്ളത്. നമ്മൾ ഒരു കോൾ വരുന്നുണ്ട്. ഇപ്പം ഒരു മിനിറ്റ്. നമ്മളിപ്പം കോഴിക്കോട് എയർപോർട്ടിലുള്ളത് നമ്മൾ ഡൽഹിക്ക് പോവാണ്. അവിടുന്ന് റഷ്യക്ക്. ആർക്കും അറിയില്ലായിരുന്നു ഞാൻ കൂടെ പോണത്, എല്ലാവരും അറിഞ്ഞില്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ എൻ്റെ ഫോണിൽ വിളിച്ചോ. പൊളിക്കാക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ കട്ടാക്കുന്നുണ്ട് വീഡിയോ കോൾ. അപ്പോൾ നമ്മൾ പിന്നെ ഇനി 1 മണിക്കൂർ കൂടി ഉണ്ട്. അപ്പോൾ ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് എല്ലാം സെറ്റായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. ഫ്ലൈറ്റ് എടുത്താൽ മതി ഡൽഹിക്ക്. നാളെ രാവിലെയാണ് റഷ്യക്കുള്ള ഫ്ലൈറ്റ് കേട്ടോ. അവിടെ 9 മണിക്ക് നമ്മൾ ഷവർമ കഴിക്കുകയാണ്. ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടെന്നാണ് ഷവർമ. ഉള്ളിലിവിടെ ഷവർമ കിട്ടില്ല. ഇവിടെ എങ്ങനെയാണ് കേട്ടോ. വെള്ളത്തിൻ്റെ വില നോക്ക്. ഫ്രീയോ? 80 രൂപ. ഫ്ലൈറ്റ് വരെ ഈ ഒരു ഷവർമ വന്നിട്ട് ഫ്ലൈറ്റ് വരെ നീ അടങ്ങിയിരിക്കുമോ? അപ്പം ഷവർമ കഴിക്കും. ഇവിടെ നിന്നാട്ടം മേടിച്ചു വെള്ളം. എയർപോർട്ടിൽ വെള്ളം ഒടുക്കി തറി. എന്നാ കഴിച്ചോ. 10:10 നമ്മൾ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വലിയ സീൻ ഉണ്ടാവില്ല. നമ്മൾ പോകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ. 1 മുതൽ 16 വരെ വിളിച്ചിരിക്കുന്നു. ശിങ്കുവിന് എന്തോ പരാതി ഉണ്ട്. എന്താ ശിങ്കു പ്രശ്നം? പറഞ്ഞോ. ആൾക്കാരെ സ്വഭാവം ഒന്നും മനസ്സിലാക്കട്ടല്ലേ. അവിടെയുള്ള ചെക്കന്മാര് നോക്കിന്നോ? ചിലവരങ്ങനെയാണ്. നമ്മളെ നാടെങ്ങനെയാണ്, ചിലവരങ്ങനെയാണ്. നമ്മളെ നാടല്ല, ചില ആൾക്കാരെങ്ങനെയാണ്. സോറി, നമ്മളെ നാടെങ്ങനെയല്ല. സോറി. ഓക്കെ, ലെറ്റ്സ് ഗോ. 2 സീറ്റ് ഗൈസ്. എന്നാലും ഇവിടെ വന്നിരുന്ന ഒന്നും കാണുന്നില്ലല്ലോ പുറത്തോട്ട്. ഓക്കെ, ഇനി ഡൽഹിയിലെത്തിയിട്ട് കാണാം. അങ്ങനെ ഡൽഹി എയർപോർട്ട് എത്തി. ലഗേജിന് വെയിറ്റ് ചെയ്യാണ് ഞങ്ങൾ. ക്ഷീണുണ്ടല്ലേ? ഉറങ്ങിയോ? നല്ല പോലെ പോത്തുകുട്ടി മാറി ഉറങ്ങിയില്ലേ? ഞാനുറങ്ങിയില്ല. ഈ ലഗേജ് വന്നിട്ട് വേണം അങ്ങോട്ട് പോയാൽ. അപ്പം നമ്മളിവിടെ ഇരിക്കാൻ തുടങ്ങി എത്ര നേരമായി? 2 മണിക്കൂറായി. ഇതാ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു. ഇനിയും കുറേ മണിക്കൂറുകൾ ബാക്കിയുണ്ട്. ഇപ്പം 4 മണിയായിട്ടേ ഉള്ളൂ. ഇനി 5, 6 മണിക്കാണ് നമ്മളെ ചെക്കിൻ തുടങ്ങുള്ളൂ. ഇത് ഓക്കെ. 6 മണിക്കേ തുടങ്ങുള്ളൂ. 9 മണിക്കല്ലേ ഫ്ലൈറ്റ്? 3 മണിക്കൂർ മുന്നേ. 3 മണിക്കൂർ എമിഗ്രേഷൻ. ഇതെന്തത്? അതൊക്കെ തന്നെ. അത് 1 മണിക്കൂർ കൊണ്ട് കഴിയും. ഒക്കെ ചെയ്യാം. നോക്കാം. ഏറ്റവും വില കൂടിയ ചായ 324 ഉറുപ്പ്യൻ്റെ ക്യാപ്പച്ചിനോ. മധുരണ്ടോ? കുടിച്ചോ. ചൂട് വയ്ക്കണം. എന്നിട്ട് അതിൽ പഞ്ചസാര ഇട്ടില്ല. നമ്മൾ അടിച്ചുണ്ടാക്കണം. നമ്മളെ ബോർഡിങ് കഴിഞ്ഞിരിക്കുകയാണ്. 2 സൈഡിലുള്ള വിൻഡോ സീറ്റൊക്കെ കിട്ടിയതിൻ്റെ ഹാപ്പിയിലാണ്. അങ്ങനല്ല, 2 സ്ഥലത്തോട്ടും. മോസ്കോയിലും അബുദാബി ടു മോസ്കോ വിൻഡോ സീറ്റ് കിട്ടി.
ലെറ്റ്സ് ഗോ. ഇനി എമിഗ്രേഷൻ കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ എമിഗ്രേഷൻ കഴിഞ്ഞു, സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഗേറ്റിലേക്ക് പോവാണ്. ഞാൻ അടിമ ബാഗെല്ലാം ഞാൻ അത് ഞാൻ വ്ളോഗ് എടുക്കുമോ? പാസ്പോർട്ട് വരെ ഞാൻ പിടിക്കണം. ഡ്യൂട്ടി ഫ്രീന്ന് 2 കുപ്പി വാങ്ങിയാലോ? എനിക്ക് പെർഫ്യൂം അടിക്കണം. എല്ലാം നമുക്ക് ഇനി റഷ്യയിൽ നിന്ന് ഇങ്ങനെ തന്നെ പിടിച്ചാൽ മതിയോ? എന്തെങ്കിലുമൊക്കെ പറയണം. ഡ്യൂട്ടി ഫ്രീ കാണാൻ രസമുണ്ട് അങ്ങനെ. അല്ല, ക്യാമറ ഇങ്ങനെ തന്നെ പിടിച്ചാൽ മതിയോ? ഇവിടെ പോയി കുറച്ച് പെർഫ്യൂം അടിക്കട്ടെ. ഗൈസ്, ഇവിടെ എല്ലാ സ്റ്റോറും ഉണ്ട്. കുറേ നടക്കാനുണ്ട് നമുക്ക്. ഫുഡ് കഴിക്കണോ? ഫുഡ് ഇപ്പൊ ഇഷ്ടമല്ല, കുറച്ച് കഴിക്കാം. അയ്യോ, അബുദാബിന്ന് കഴിക്കണേ? ഇല്ല, വേണ്ട. എത്തിഹാദിന്ന് ഫുഡ് കിട്ടും. അപ്പൊ വയറ് ഫിലം. അബുദാബി വിശക്കില്ലല്ലോ. അവിടെ 3 മണിക്കൂറല്ലേ ഉള്ളൂ. ചിലപ്പോ ഇനി ശരി. പിന്നെ വീണ്ടും ഫുഡാണ്. ഫുഡ് ഇത്തിഹാദിൽ ഫുഡാണ്. നല്ല ഫുഡാണ്. ഫ്ലൈറ്റിൽ നമ്മൾ അങ്ങനെ ഫുഡ് കഴിക്കൂല. ഞാൻ കഴിക്കും. ഞാൻ സാലഡ് ഒഴിച്ച് എന്ത് തട്ടി വീഴും. ഞാൻ TV ഓണാക്കും. ഫുഡ് ഞാനൊരു തീറ്റപ്പണ്ടാറന്നായിരുന്നല്ലേ. യെസ്. ഓക്കെ ഗായ്സ്, അപ്പോൾ ഒരുപാട് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ എയർപോർട്ട് അല്ലേ. ഞാൻ എപ്പോഴും ഡൽഹിയിലാണ് വരാം. എന്നിട്ട് ഡൊമസ്റ്റിക് എടുത്തിട്ട് നാട്ടിലോട്ട് പോകും. ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് ഡയറക്റ്റ് എങ്ങനെ ബാംഗ്ലൂരോ കാലിക്കറ്റോ വരാം. കൊച്ചി ദൂരമല്ലേ? പക്ഷെ വീട്ടിലാരും ഉണ്ടാവില്ലല്ലോ. ഇല്ല, വരില്ല. അവർക്ക് അവിടെ സ്കൂൾ പൂട്ട്, മക്കളൊന്നും ഇല്ലല്ലോ. പിന്നെ റഷ്യയിൽ എങ്ങനെയാണ് പോകേണ്ടത് വിശദമായിട്ട് വിവരങ്ങളൊക്കെ അറിയണമെങ്കിൽ യാസിൻ ബ്ലോഗ് എന്ന് പറയുന്ന നമ്മളെ ട്രാവൽ ചാനൽ കണ്ടാൽ മതി. എങ്ങനെയാണ് അത് പറഞ്ഞപ്പോഴാ ഇനി മുതൽ അനാഥമായി പൂട്ടിക്കിടക്കുന്ന യാസിൻ ബ്ലോഗ്സ് ഓപ്പൺ ആവുന്നതാണ്. ആ ചാനൽ നമ്മൾ ഒന്നുകൂടി ഇത് സെറ്റപ്പ് ആക്കണം. റഷ്യയിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യണം. ലോകത്തിലെ ഏറ്റവും വലിയ ട്രെയിൻ ജേർണി റഷ്യയിലാണ്. നമുക്ക് ലെറ്റ്സ് ഗോ ആൻഡ് സീ. നമ്മൾ ഫ്ലൈറ്റ് വന്നിട്ടോ. അപ്പോൾ ഫ്ലൈറ്റ് വന്നു. നമ്മളെ ഫ്ലൈറ്റ് വന്ന് ഡോറ് ഫിറ്റ് ചെയ്യാൻ പോകുന്നു. ഫൈനലി ഇവിടുത്തെ ഗേറ്റ് ഓപ്പണായി. നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറാൻ വേണ്ടി പോവാണ്. ഒരു കുഞ്ഞി ഫ്ലൈറ്റ് എത്തി. അതിൻ്റെ സിങ്കു പറയുന്നത് ശരിയാട്ടോ. ഇന്ത്യയിലോട്ട് അയക്കുന്ന ഫ്ലൈറ്റുകളൊക്കെ ലോക്കലായിരിക്കും. ഇനി നോക്കിട്ടോ അബുദാബി നമുക്ക് കമ്പയർ ചെയ്യാം ഗൈസ്. ഇന്ത്യയും റഷ്യക്ക് അയക്കുന്നത് അല്ലേ? അത് ഞാൻ അങ്ങനെയാണ്. എയറോഫ്ലോട്ടിന്റെ ഫ്ലൈറ്റിൽ വന്നപ്പോഴും ഏറ്റവും ബാഡ് ആയിട്ടുള്ള ഫ്ലൈറ്റാണ് അവർ വിടുന്നത്. അതും എല്ലാ രാജ്യക്കാരും ഇതിൽ കയറുമ്പോൾ നമ്മൾ ബസ്സിൽ പോയിട്ടാണ് എയറോഫ്ലോട്ടിൽ കയറിയിട്ട്. അതും എന്തൊക്കെയോ ഫ്ലൈറ്റിന് കംപ്ലൈൻറ്റ് ഉണ്ടായി, കുറച്ച് ഡിലേ ആക്കി, വീണ്ടും ഗേറ്റ് മാറ്റി, അങ്ങനെയൊക്കെയാണ് ഇങ്ങോട്ട് വന്നത്. ഞാൻ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും വന്നു. പിന്നെ ഇതും അതെ, ഇത്തിഹാദും അതെ. അത് നിങ്ങൾക്ക് കണ്ടറിയാം. എനിക്കറിയാം, എനിക്ക് മനസ്സിലാവും. പക്ഷെ ഫുഡൊക്കെ അടിപൊളിയായിരിക്കും. അത് ഫുഡ് ഫ്ലൈറ്റിൽ കിട്ടുന്ന നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറാൻ പോണു ഗൈസ്. അതെ, ഞങ്ങൾ പറഞ്ഞ സത്യമല്ലേ. ഇത്തിഹാദിൻ്റെ നോക്കി കുഞ്ഞി ഫ്ലൈറ്റ്. അതൊരു വൃത്തിയൊന്നുമില്ലാത്ത ഒരു പൊടി പിടിച്ചെടുക്കണം. നമ്മളെ ബോർഡിങ് തുടങ്ങിയിരിക്കുകയാണ്. നമ്മൾ ആദ്യം അബുദാബിക്കാണ് പോണത്. ഇത്തിഹാദ് എയർലൈൻസിലാട്ടോ പോണത്. കയറി ഇവിടെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി സീറ്റ്, പുതപ്പുണ്ട്, തലേനുണ്ട്. വിൻഡോ സീറ്റ്. ഓക്കെ,
വിൻഡോ ഇനി ഫുഡ് വന്നിട്ട് കാണാം. ഫുഡ് വന്നിട്ട് ഔട്ട് സൈഡ് വ്യൂ. ഒരാളത് ഐപാഡൊക്കെ സെറ്റപ്പ് ആക്കി പടം കാണാനുള്ള തിരക്കാണ്. ഈ ബാഗ് ഊരി വെക്കൂല, എന്തോ പൈസ ഉണ്ടോ? പാസ്പോർട്ടൊക്കെ അതല്ല, നല്ലത് ഊരി വെച്ചൂടെ? ഓക്കെ. നിങ്ങൾ ഇതട്ടോ ഡൽഹിയിൽ നിന്ന് അബുദാബിക്ക് പോണ ഫ്ലൈറ്റിൻ്റെ ഇത് നോക്കിക്കോളിയേ. ഇവിടെ പൊട്ടിയിട്ടുണ്ട്, സ്ക്രീനില്ല, ഒന്നുമില്ല, സാധാ ഒരു ഇത് സ്പേസ് നോക്കിക്കോളി, എല്ലാം നോക്കിക്കോളിയേ. ആ ഇനിയാണ് നിങ്ങൾ കാണേണ്ടത്. നമ്മൾ അവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ കമ്പാരിസൺ കാണിച്ചു. പിന്നെ അബുദാബിയിൽ നിന്ന് ഡൽഹി മോസ്കോയിലോട്ട് വന്നിട്ടുണ്ട്. പുഡിംഗ് ഉണ്ട്, അനദർ പുഡിംഗ് ഉണ്ട്, ബിരിയാണി. ഞാൻ ഉറങ്ങിപ്പോയി ഗൈസ്. പിന്നെ സ്പ്രൈറ്റ് ഉണ്ട്. അതിനുള്ളതാണ്. നമ്മളെത്രയും കറക്റ്റ് അറിയില്ല. ഹോട്ടലായല്ലോ തുറക്ക്. ബിരിയാണി നമ്മളെ ബിരിയാണി ഏറ്റവും ബെസ്റ്റ് പിസ്സ അല്ലേ ഗൈസ്? യാത്ര ഇതുവരെ അടിപൊളിയായിരുന്നു. നമ്മൾ അബുദാബി എയർപോർട്ടിൽ വന്ന് ഇറങ്ങി ഫ്ലൈറ്റൊക്കെ നിർത്തി ബാഗ് ഇങ്ങനെ എടുക്കുമ്പോഴാണ് ഷിങ്കു പറയണത്, ഷിങ്കു ഒരു ബാഗ് അവിടെ നിന്ന് എടുത്തിട്ടില്ല. ഷിങ്കുവിൻ്റെ കയ്യിലുണ്ടാവുന്ന നമ്മുടെ ഫോട്ടോ എടുക്കാം. അതായത് ഒരു കൗച്ചിൻ്റെ ആ ബാഗിന് 25,000 രൂപ വിലയുണ്ട്. അതിൽ ഓളെ റഷ്യത്തെ എല്ലാ കാർഡുകളും അതിലാണ്. അങ്ങനെ അത് ഡൽഹി എയർപോർട്ടിൽ വെച്ച് മറന്നു പോയി. എന്നിട്ട് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ ബാഗ് കണ്ടെത്താൻ പറ്റുമെന്നാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ചാൻസ് കുറവാണ്. ഞാൻ കൂട്ടുകാരനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് 10 പൈസ ഇല്ല. എന്താ വിറ്റെന്ന് വെച്ച് കഴിഞ്ഞാല് ഷിങ്കുവിന്റെ ATM കാർഡിലാണ് ഫുൾ പൈസ. എല്ലാ വട്ടം ഡോളർ എടുക്കണം. എന്നോട് പറഞ്ഞു ഡോളർ ഒന്നും വേണ്ട, ഞാൻ അക്കൗണ്ടിൽ പൈസ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളെ നാട്ടിലത്തെ പോലെ ഗൂഗിൾ പേ ഒന്നും ഇല്ലെങ്കിൽ അവിടെ ചെയ്യാം. ഈ നമ്മള് ഏതെങ്കിലും ഒരു കുട്ടീനെ പരിചയപ്പെട്ടിട്ട് അവരെടുത്ത് പൈസ ഉണ്ടെങ്കിൽ ക്യാഷ് വിഡ്രോ ചെയ്യിപ്പിക്കാം. എന്നിട്ട് അവർക്ക് അപ്പൊ തന്നെ അയച്ചു കൊടുക്കാം. അയച്ചു കൊടുത്തോളൂ. ഗൂഗിൾ പേയില്, അവിടുത്തെ ഗൂഗിൾ പേയില്, സെബർ പേയില്, സെബറാണ് അവിടെ അല്ലെത്തില്ല എന്തെങ്കിലും റഷ്യൻ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തോളൂ. അപ്പം അവര് അവിടെ ATM ഉണ്ടാവുമല്ലോ, നമുക്ക് വിഡ്രോ ചെയ്ത് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും. അങ്ങനെ നമ്മള് മോസ്കോ, അബുദാബിന്ന് മോസ്കോയിലേക്ക് പോവാണ്. ഞാനാകെ ടെൻഷനാ ഗൈസ്. എൻ്റെ ബാഗ് അവിടെ മറന്നു വെച്ച് പോയി. ഇതേപോലെ തന്നെ ഡൽഹിയിൽ നിന്ന് പോകുന്നത് അബുദാബിക്ക്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് നിങ്ങളോട് സംസാരിച്ചെടുക്കുന്ന ബാഗിൻ്റെ കാര്യം ഓർത്തില്ല. അങ്ങനെ പോയി. എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടി. മാരീഡാണ്. ഓക്കെ, ടെവർ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. ലൈക്ക് ഐ ആം വ്ളോഗിങ് ഇൻ മൈ ഓൺ മദർ ടങ്. സോ നമ്മൾ ബോർഡിങ് ചെയ്യാൻ പോകും. ബോർഡിങ് ആയില്ല. അയ്യേ, ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ്.
ഇനി 1 മണിക്കൂറുണ്ട്, 1 hour. ഇവിടെ ഇരുന്നല്ലോ. ഓക്കെ. No. 1 more hour. 1 more hour is there. That's why. No, just the gate is open. You need to wait 1 more hour. Let's sit here only. Yeah. Anyway. ബാഗെല്ലാം എടുത്തില്ലേ? ആ. ഡൽഹിയിൽ നമ്മളെ ബാഗിനെ കുറിച്ച് ഒരു വിവരമില്ല കേട്ടോ. ബാഗ് പോയി, എയർപോർട്ട്സ് പോയി, ATM കാർഡ്സ് പോയി, ബാഗ് പോയി. നമ്മളിപ്പോൾ ഫ്ലൈറ്റിൽ കയറാണ്. ഞാൻ ബാഗിനെ കുറിച്ച് ചിന്തിക്കണേയില്ല. 5.5 മണിക്കൂർ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താണെന്നറിയോ, അത് വിഷമം. പിന്നുള്ള ജേണി മൊത്തം ഇതാവും. നമ്മളെ ഫസ്റ്റ് യാത്ര വെഡിങ് കഴിഞ്ഞിട്ട് അറിയാം. അതിൽ എനിക്ക് ഗിഫ്റ്റ് തന്ന ബാഗ് കൊണ്ട് ഞാൻ കളഞ്ഞു. എനിക്ക് ആദ്യമായിട്ട് വാങ്ങി തന്നൊരു ബാഗാ. അല്ല, ആദ്യമായിട്ട് വാങ്ങി തന്നതല്ല, നൗഷാദക്ക് ഗിഫ്റ്റ് ചെയ്ത ബാഗാ ഗൈസ്. എൻ്റെ ഫ്ലൈറ്റിൽ കയറാൻ പോവാണ്. ബോർഡിങ് ആയി, ബിസിനസ് ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ വിളിച്ചല്ല. ഏതാ ഡ്രീം ലൈനറോ? നമ്മൾ ബിസിനസ് ക്ലാസ്സിനൊന്നും കണ്ടുപോലില്ല കേട്ടോ. നമ്മൾ സീറ്റ് ഏറ്റവും ലാസ്റ്റാണ്. അങ്ങോട്ട് പോട്ടെ. ഇതാണ് ഗൈസ് കമ്പയറിങ് ഇന്ത്യൻ ഫ്ലൈറ്റ് റഷ്യയിലോട്ട് വിടുന്ന ഫ്ലൈറ്റും. ഞാൻ താഴ്ത്തി പറയണല്ലോ കേട്ടോ, ആർക്കെങ്കിലും അറിയാവുന്നെങ്കിൽ അറിയും, കമൻറ്റ് ചെയ്യുക. എന്തുകൊണ്ടാണ് ഇന്ത്യയിലോട്ട് വിടുന്ന ഫ്ലൈറ്റ് എല്ലാം ഇങ്ങനെ ലോ ആക്കുന്നേ? Oh yeah, 244. Thank you. So we are the luckiest person here. Last. Idi അവിടെ വെച്ചു. You can keep it there, right? അതെ. എന്തൊക്കെയോ എനിക്ക് കളിക്കുന്നത്. അബുദാബിയിൽ നിന്ന് എടുത്ത് ഇങ്ങനെ പോയി അസർബൈജാൻ, അതിലൂടെ ഇങ്ങനെ മൊത്തം എത്ര മൈൽസ് ഉണ്ടെന്ന് ഇപ്പോൾ പറഞ്ഞുതരാം. അമ്മോ, 2668 മൈൽസ്. അപ്പോൾ ഏകദേശം 3200 കിലോമീറ്റർ. 5 മണിക്കൂർ. അല്ല, അപ്പോൾ ഇന്ത്യ എന്ന് വരുമ്പോൾ 3000 കിലോമീറ്റർ അല്ലേ മൈൽസ്? ഇതുണ്ടോ, നമ്മൾ ഇന്ത്യക്കുള്ള ഫ്ലൈറ്റ്, ഇവിടുത്തെ ഫ്ലൈറ്റ് നമ്മൾ ഡിഫറൻസ് നോക്കി. ഇവിടെ എല്ലാ സെറ്റപ്പും ഉണ്ട്. ഇതുണ്ടായിരുന്നു നേരത്തെ. ഈ സെറ്റപ്പ് ഉണ്ടോ, ആങ്കർ വരെ ഉണ്ട്. ഹെഡ്ഫോൺസ് ഉണ്ടാവുമല്ലോ. അത് എടുക്കുന്നതിനായിട്ട് മുന്നേ തന്നെ റീഫ്രഷിങ് ടവൽ ആൻഡ് വെള്ളം. വ്യത്യാസം മനസ്സിലായോ? ഒറ്റടിക്ക് നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു സാധനം തന്നില്ല. ആ ഫുഡിൽ അവസാനിപ്പിച്ച് നമുക്ക് എന്തൊക്കെ വ്യത്യാസം ഉണ്ടെന്ന് നോക്കാം. കയറി വരുമ്പോൾ റീഫ്രഷിങ് ടവലും പിന്നെ ഒരു കുപ്പി വാട്ടറും കിട്ടും. അങ്ങനെ ഫുഡ് വന്ന് ചിക്കൻ, നോർക്ക് ഇതാ നൂഡിൽസാ. എൻ്റെ ബീഫാണ്. ബീഫും പിന്നെ ഒരു ഡെസേർട്ട്. ഓക്കെ, ഇത് ഇതിൻ്റെ അടി വെച്ചോ. ബീഫാണോ? നമുക്ക് ഇവിടെ വെക്കാനൊക്കെ കുറേ സ്പേസ് ഉണ്ട്. എന്നാ ടേസ്റ്റ്
അതെനിക്ക് ബസ് മാറ്റിയെടുക്കുന്നത് എന്താ അന്ന് നീ പറഞ്ഞില്ലേ ചിക്കൻ ഞാൻ തുടങ്ങിയിട്ട് തായോ എന്ന് ചോദിച്ചോളാം മാറ്റാം മാറ്റി 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 ഓക്കെ ഒരാൾക്ക് ദശമാശയുടെ പൊട്ടറ്റൊക്കെ വലിയ ഇഷ്ടമായിരിക്കും സാലഡ് വന്ന് അങ്ങനെ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞു. എന്നോട് ചോദിച്ചു അല്ല നിങ്ങളോടൊന്നും ചോദിച്ചില്ല അല്ലേ? ഓൾഡ് പാസ്പോർട്ട് കാണിച്ചു. എന്നോട് വെച്ച് ഡോക്ടർ ആവാൻ പോവാണോ, എന്താ സ്പെഷ്യലൈസിങ്? ഞാൻ പറഞ്ഞു ജനറൽ പ്രാക്ടീഷണർ. എന്നെ അത്രയാണ്. അപ്പോൾ ഗൈസ് നമുക്ക് ലഗേജ് കിട്ടി. നമ്മളെ കയ്യിൽ ഒരു പൈസ പോലും ഇല്ല, എടുക്കാനുള്ള സാഹചര്യമില്ല. അപ്പോൾ ഇവിടെ ഉള്ള ഒരു റഷ്യൻ കുട്ടിക്ക് പൈസ അയച്ചു കൊടുത്തിട്ട് അവള് ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ പെടും. ഇനി ഷിങ്ങുവിൻ്റെ സിറ്റിയിലെത്തിയിട്ട് ബാങ്കിൽ പോയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ATM കാർഡ് നമ്മൾ അപ്ലൈ ചെയ്യണം. ഇതൊരു ബാഗ് കളഞ്ഞുകൊണ്ടുള്ളൊരു ഗുണേ. ഞാൻ ഭയങ്കര കോൺഫിഡൻസിലാണ് വന്നത്. ഇപ്രാവശ്യം നമ്മള് രണ്ടുപേരും ട്രാവൽ എന്താവാൻ എങ്ങനെ. ഓക്കെ ഗായ്സ്, ഇതാണ് കേട്ടോ. ദിസ് ഈസ് മൈ ന്യൂ ഫ്രണ്ട്. ഷീ ഈസ് ഗോണ ഹെൽപ്പ് മീ. You need to check over there also. Maybe we can also. Come, let's go. ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഷിങ്കു അപ്പുറത്തൊക്കെ ഉണ്ട്, ഞാനിവിടെ നിൽക്കുന്നുണ്ട്. വൻ കോമഡി. എല്ലാ കോമഡിയും നമ്മൾ ലാസ്റ്റ് പറഞ്ഞുതരാം ഗൈസ്. ഭയങ്കര വിറ്റായിക്കണേ. കാർഡൊന്നും ഇല്ലാണ്ട് ലാസ്റ്റ് എങ്ങനെയൊക്കെയോ പൈസയൊക്കെ ഒപ്പിച്ച് ഒരു 10,000 റുപ്യ ഒപ്പിച്ച് നടക്കാനിപ്പോൾ. ഗൈസ് ടോട്ടലി ടയേർഡ്. ഇന്നലെ ഉച്ചക്ക് തുടങ്ങിയ യാത്ര, ഇന്ന് രാത്രി, പിറ്റേ ദിവസം രാത്രി. ഇനിയിപ്പോൾ രാത്രി 1 മണിക്ക് ട്രെയിനാണ്. നാളെ രാത്രി എത്തുള്ളൂ. 3 ദിവസത്തെ ജേണി, 3-4 ദിവസത്തെ ജേണിയിലെ ടയേർഡായി. അങ്ങനെ നമ്മൾ റഷ്യയിൽ സേഫായിട്ട് എത്തിയിരിക്കുകയാണ്. ജസ്റ്റ് ഒരു ബാഗ് നമ്മൾ കളഞ്ഞ്. പിന്നെന്താണ്, ATM അതുകൊണ്ട് ATM ഇല്ലായിരുന്നു. അങ്ങനെ 2 MBBS പഠിക്കുന്ന വേറെ കുട്ടി, ഒരു ബത്തേരി കുട്ടി ഉണ്ടായിരുന്നു. ഓളൊക്കെ കൂടി സഹായിച്ച് പോരുന്ന പൈസ കഴിച്ച് ടാക്സി ആയിഷ ബുക്ക് ചെയ്ത്. ഇവിടെ ഫ്രണ്ട് വേറെ. അങ്ങനെയൊക്കെ ഞങ്ങളിപ്പോൾ ആയിഷേൻ്റെ അടുത്തോട്ടാണ് പോകുക. അവിടെ എത്തിക്കഴിഞ്ഞാൽ സിം കാർഡ് കിട്ടും. സിം കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഒരുവിധ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ തീരും. അപ്പം ബൈ ബൈ. അവളവിടെ കാത്തിക്കുണ്ട്. നമ്മളെ അടുത്തേക്ക് പോകണം. നാളെ അവളുള്ളതുകൊണ്ടാണ് നമുക്ക് കുറെയൊക്കെ ഹെൽപ്പ് ആയിട്ടില്ലേ. പറഞ്ഞ അവളുടെ കയ്യിലുണ്ടായിരുന്നു പൈസ അയച്ച്. അതുകൊണ്ട് കുഴപ്പമില്ല, അൽഹംദുലില്ലാ. ഇപ്പൊ എയർപോർട്ട് വിട്ടു പോവാണ്. ടാക്സി കിട്ടി. അവളാണ് എല്ലാം ചെയ്തത്.